വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനും അമ്മയും കൂടെ ഇപ്പം എവിടെയാണുള്ളത്? കൊച്ചി. ഞാനും എന്നെ അമ്മയും കൂടെ ഇപ്പൊ കൊച്ചിയിലാണുള്ളത്. ഇപ്പൊ നമ്മുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെന്താ കൊച്ചിയിലേക്ക് പെട്ടെന്ന് എഴുന്നല്ലേ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിക്കണല്ലോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരു ഹരമാണല്ലോ അല്ലേ? കുഴപ്പമില്ല. എന്നാലും അമ്മ പറയൂ. അത് തന്നെ ഓണാവധിയല്ലേ, അപ്പൊ വെറുതെ ചിന്നൂടെ 2 ദിവസം നിൽക്കാന്ന് ഓർത്തു. അതെ, ഓണാവധിയാണ്. അമ്മയ്ക്ക് സ്കൂളില് അവധിയാണ് ഇപ്പൊ 10 ദിവസം. എന്നിട്ട് റീഓപ്പൺ ചെയ്യുന്നത് എപ്പോഴാ? 23rd. സെപ്റ്റംബർ 23rd റീഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോ പുറത്തേക്ക് പോകാൻ നിൽക്കാണ്. ഇവിടെ അറിയാലോ ഒരു സ്കൂട്ടറാണുള്ളത്. അപ്പൊ അമ്മയ്ക്ക് സ്കൂട്ടറിൽ ഇരിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് സ്കൂട്ടർ ഇരിക്കുന്ന ഇഷ്ടമല്ല. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, സിജി. അതായത് മറ്റേ നമ്മുടെ ധാത്രിയില് എന്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തു ഇതെന്ന് പറയുന്ന പോലെയുണ്ട്. എന്റെ ക്ലോസ് എന്റെ സുനിതയുടെ എന്റെ ഹിസ്റ്ററി എന്താന്ന് വെച്ചാൽ ഞങ്ങളോട് സിലോ ഹിൽസില് 1 വർഷം വർക്ക് ചെയ്തൊരു സിജിക്കുട്ടി ഉണ്ട്. അപ്പം അവളിവിടെ കൊച്ചിയാ. അവളിവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പം അവള് വരും. ഇപ്പം നമ്മളെ കൊണ്ടുപോവാൻ എന്നിട്ട് ഞങ്ങള് നേരെ ആദ്യം എങ്ങോട്ടാ പോകുന്നറിയോ? കൊച്ചിയിലുണ്ട് ഒരു ചെറിയൊരു കാര്യമായിട്ട്. അപ്പൊ സുനിതോട്ട് ആദ്യം പോകണം. അപ്പം ഇവരാണ് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ലെഫ്റ്റ് ഔട്ട് ആണ്. ഇവര് 3 ഫ്രണ്ട്സും കൂടെ. ലെഫ്റ്റ് ഔട്ട് ഒന്നുമല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ അകത്തൊക്കെ ചിന്നും അടിപൊളി അല്ലേ. സുനിതയൊക്കെ എന്നെക്കാൾ കൂടുതൽ ചിഹ്നമായിട്ടാണ് കമ്പനി ശരിക്കും. കാരണം സുന്ദരിന്റെ വൈബിന് മാച്ച് ആവുന്ന ഏജ് ഞാനേ ഉള്ളൂ. അമ്മ ഇച്ചിരി അതുകൊണ്ട് പറ്റൂല. അതെ, ഞാനായിട്ടുള്ള വൈബ് സുന്ദരിക്ക് മാച്ച് ആവുന്നത്. അപ്പൊ ഞാനുണ്ടേലും സുനിതയും ചിഹ്നം കൂടിയാണ്. പിന്നെ വർത്തവനും ചിരിയും കളിയല്ല സുനിതയായിട്ടാ ഭയങ്കര കമ്പനി. സുന്ദരി ഫാൻസ് ഉണ്ട്. സുന്ദരിയുടെ ആക്സിഡന്റ് ആയി നിങ്ങൾ കണ്ടില്ല? ഇപ്പൊ പറ്റും. നമ്മളത് പറഞ്ഞ് ചിരിക്കും. ആക്സിഡന്റ് ആയ പരിതാപകര അവസ്ഥ എന്ന് പറഞ്ഞിട്ടല്ലോ നമുക്കതും പറഞ്ഞ് ചിരിയാ വീഡിയോ കണ്ടിട്ട്. അപ്പം ചിരിക്കാനാണ് സുനിത ഇങ്ങനെ വെടിച്ചില് പോലെ പോയി ഒറ്റ ഇത് മറിഞ്ഞിങ്ങനെ ഇരിക്കുക. എന്നിട്ട് താഴെ ഓട്ടച്ചേട്ടനെ നോക്കിട്ട് അതാണ് വ്യൂ. അപ്പം ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇന്ന് സുന്ദരിനെ പോയി കണ്ടതിന് ശേഷം ഞാനും അമ്മയും സിജാന്റിയും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങാണ്. സോ ബേസിക്കലി നമ്മളെ ഓൾറെഡി എൻഗേജ്മെന്റിന്റെ ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ വീഡിയോസിനകത്ത്. അപ്പം ഇന്ന് നമ്മളിങ്ങനെ ബൊട്ടീക്സ് തപ്പി പോവാണ്. കാരണം കല്യാണം വരികയാണ്. എന്നാ ഡേറ്റ് എന്നൊക്കെ ഞാൻ പിന്നെ പറയാം. സോ കല്യാണം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഡ്രസ്സ് മേടിക്കണമല്ലോ. അപ്പൊ ആ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ ഏതൊക്കെയാണ് നല്ല ബൊട്ടീക്സ് നമ്മൾ 2-3 നമ്മൾ കുറച്ചിടങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പോയി സിജിക്കും അറിയാം, ആന്റിക്കും അറിയാം ഇവിടെ എന്തൊക്കെയാ ലൈക്ക് നല്ലത് എന്തൊക്കെയായിരിക്കും എന്നുള്ള ഐഡിയ ഉണ്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് ഇന്ന് പോയിട്ട് ബൊട്ടീക്കൊക്കെ കണ്ട് എവിടെ എന്ത് കൊടുക്കണം എന്നൊക്കെയുള്ളത് നോക്കിയിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളു. അപ്പം അത്രയുള്ളൂ, നമുക്ക് പോവാം. സിജിനെ കാണിച്ചു തരാവേ. അവള് വരുമ്പോ അവളിപ്പം വരും ഞങ്ങളെ കൂട്ടാനായിട്ട്. അപ്പൊ സിജാനിനെ കാണി. സിജാനി ഓണാണോ വ്ളോഗിന്? അടിപൊളിയാ. സിജി ഭയങ്കര നമ്മളെക്കാളും വൈവാ. സിജിനെ കാണണം. നീയൊക്കെ തോറ്റോ? അടിപൊളി. കാണിച്ചു തരാം കേട്ടോ. സുന്ദരി കുട്ടീനെ കാണിച്ചു തരാം. ഞാൻ കൊറേ ഇങ്ങനെ കാണിക്കോ? ഓക്കെ, നമ്മൾ പറഞ്ഞ അമ്മ പറയൂ ആന്റി. അമ്മ പറയൂ ആന്റി. അമ്മ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് 1 വർഷത്തെ അല്ലേ അമ്മേ? 1 വർഷമാണേലും അതൊരു നീണ്ട വർഷങ്ങളുടെ അല്ലേ സിജി? സൗഹൃദമായി പോയി. സാധാരണ ഞങ്ങൾ 1 വർഷത്തെ സൗഹൃദത്തിലൊന്നും പിന്നെ ഓർക്കാറേ ഇല്ലാത്ത. പക്ഷേ ലോങ് ഇത് ഞങ്ങളുടെ ഒരു വൈബ് അങ്ങ് റെഡി ആയി പോയി. ഇതുപോലെ സെറ്റായ ആൾക്കാര് വളരെ കുറവാണ്. 1 വർഷം എനിക്ക് വയ്യ. 6-7 months അല്ലേ? 1 വർഷം ഉണ്ടായിരുന്നു നീ. നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയാണുള്ളത്? അമ്മ പറഞ്ഞു പ്രശ്നമല്ലോ. നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ വന്നു. ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാണ് ആളെ കാണാനായിട്ട്. അതാരാ? സുന്ദരി അത് പറഞ്ഞത്. സുന്ദരി നമ്മൾ കാണുന്ന ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. സുന്ദരിനെ കാണും. ഇപ്പൊ ആന്റി സിജി ആന്റി വണ്ടി പാർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ണടി കൂടെ കാണും. അപ്പൊ നമുക്ക് കണ്ടിട്ട് സുന്ദരിന്റെ കാലൊടിഞ്ഞതൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അത് പോയി നോക്കാം. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി. അപ്പോൾ അവിടെ കുറേ ടവറും ബ്ലോക്കും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് ടവറാണ് എങ്ങനെയാണ് കയറേണ്ടതെന്നൊക്കെ. പക്ഷെ കറക്റ്റായിട്ട് സക്സസ്ഫുള്ളി കയറി ഇറങ്ങി. 2 ഫ്രണ്ട്സും കൂടെ ഭയങ്കരമായിട്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി സുന്ദരിനെ കണ്ടു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ.
രണ്ടുപേരുടെയും കഥ പറച്ചിൽ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവരെന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ, ജീവിതം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്. അതിനുശേഷം നമ്മൾ ആദ്യം അരിപ്പ പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മൾ പിന്നെ തീരുമാനം മാറ്റി ജാത്തറിലേക്കാണ് പോയത്. ജാത്തർ അറബിക് ഫുഡൊക്കെ കഴിക്കാം എന്ന് ഓർത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറി. അമ്മ സാലഡാ കഴിക്കുന്ന പോലും, വെറുതെ ഷോ. സാലഡ് മീൻസ് അങ്ങനെയല്ല, അതിന്റെ മുന്നേ സ്റ്റാർട്ടറായിട്ട് സാലഡോ? ദൈവമേ, വിശക്കുന്നു വേഗം. അപ്പോൾ നമ്മളൊരു പ്ലാറ്ററാണ് ഓർഡർ ചെയ്തേക്കുന്നത്. എന്തൊക്കെയുള്ള വേവ്സ് ഓഫ് സംതിങ് അങ്ങനെ എന്തോ ഒരു പ്ലാറ്ററും അതിൻ്റെ കൂടെ എന്തോ ഒരു സാധനം കൂടെ. ഇത് രണ്ടുമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. 3 പേർക്കും കൂടെ കഴിക്കാം. സാലഡ്, അമ്മയുടെ സാലഡ് വന്നിട്ടുണ്ട്, കഴിച്ചോ. നമ്മൾ പറഞ്ഞ പ്ലേറ്റർ ഗൈസ്. അയ്യോ, രണ്ടുപേരും കൂടെ ഓർഡർ ചെയ്ത പ്ലാറ്ററാണ്. ഇതിലേക്ക് ചിക്കൻ, ബീഫ്, മന്തി റൈസ്, ഇതും എല്ലാം ഉണ്ട്. എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട, അത്രയും വലിയൊരു പ്ലാറ്ററായിരുന്നു. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ വായം പൊളിച്ചിട്ട് ദൈവം ഇതൊക്കെ എങ്ങനെ കഴിച്ച് തീർക്കുന്നായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ വയറ് നിറഞ്ഞപ്പോൾ പൊട്ടും. വലിയൊരു പ്ലാറ്ററായിരുന്നു. ഫുഡ് മൊത്തം കഴിച്ച് കഴിഞ്ഞു. നമുക്കിനി ബില്ലെടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഷോപ്പിങ്ങിന് പോകേണ്ട കേസായിരുന്നു നമ്മൾ ഇറങ്ങിയതപ്പോൾ. നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. അവർ കൈ കഴുകാൻ പോയേക്കാണ്. അവർ വന്നിട്ട് നമ്മൾ പൊടീസിലും അതുപോലെ തന്നെ മന്നത്തിലൊക്കെ കയറാൻ തുടക്കുന്നപ്പോൾ നമുക്ക് പൊടീസ് കയറി നോക്കാം. എങ്ങനെയുണ്ട്? പൊടീസിൽ വന്നേക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒന്ന് നോക്കട്ടെ, ഡ്രസ്സൊക്കെ നോക്കിയിട്ട് എന്താണ് നല്ലതെന്നൊക്കെ നോക്കട്ടെ. ഡ്രസ്സുണ്ട് കളക്ഷൻ. ഇത് ഞാൻ അവിടുന്ന് ട്രയൽ ചെയ്ത് നോക്കിയൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണ് ഫിറ്റിങ്, കറക്റ്റ് എങ്ങനെയാണ്, ഭംഗിയുണ്ടോ എന്നുള്ള രീതി നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. നമ്മളങ്ങനെ പൊടീസിന് ഇറങ്ങിയേക്കാണ്. അല്ലമ്മ, അയ്യോ എന്തൊരു വെയിലാണോ, കാറ് തിരിച്ചുകൊണ്ടിരിക്കുക. പൊടീസിന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ബൊട്ടീക്കിന് നമ്മളിങ്ങനെ 2-3-4 ബൊട്ടീക്ക് നോക്കുകയാണ് എന്തൊക്കെയാണ് നല്ലത്, കല്യാണത്തിന് ഏതാണ് വേണ്ടതെന്നുള്ള രീതിയിൽ. ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ അറിയില്ല ഗൈസ്. ഒരു ആംബുലൻസ് കാണുന്നുണ്ട്, വണ്ടി തിരിക്കുകയാണ്, അതിൻ്റെ ഇതിലാണ് കേട്ടോ അപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തിലോട്ട് പോവാം. ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ വെയിലടിച്ചിട്ട് കരിഞ്ഞു. ഇപ്പം നമ്മൾ വന്നേക്കുന്ന ലേബലമ്മിലാണ്. ലേബലമ്മ് കഴിഞ്ഞിട്ട് പാരീസ് ഡേ ബൊട്ടിക്ക് കഴിഞ്ഞ് മന്നത്ത് കൊച്ചി. അപ്പോൾ നമുക്ക് ലേബലമ്മിൽ കയറാം. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. ലേബലും മന്നത്തും സെയിം ആണെന്നുള്ളത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ ഓർത്ത് രണ്ടും 2 ഡിഫറെൻറ്റ് ബൊട്ടീക്സ് ആണെന്നാണ് ഓർത്തത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേക്കുന്നത്. പക്ഷെ രണ്ടും സെയിം ആണ്. അപ്പം നമ്മൾ ലേബലും കയറി തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ ഉള്ളത്. നമുക്ക് നോക്കാം. നല്ല സാധനങ്ങൾ മുമ്പ് അങ്ങനെ ബ്രൈഡൽ സെക്ഷൻ നോക്കിയതിന് ശേഷം നമ്മൾ നേരെ മുകളിലേക്ക് പോയിട്ടോ. മുകളിൽ എന്ന് പറഞ്ഞാൽ കുർത്ത സെഷൻ, സൽവാർ, ആ ഒരു ഏരിയയാണ്. അതിനുശേഷമാണ് നമ്മൾ നേരെ പാരീസ് ഡേ ബൊട്ടീക്കിലോട്ട് പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണല്ലോ, രണ്ടും തൊട്ടടുത്തടുത്തടുത്തായിട്ട് തന്നെയാണ്. സോ അവിടെ കയറി നമുക്ക് നോക്കാം. അങ്ങനെ ലേബലമ്മെന്ന് ഇറങ്ങി ഇനി പാരീസ് ഡേ ബൊട്ടീക്കിൽ നമ്മൾ അന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നുകൂടെ കയറി നോക്കാൻ പോകണം കേട്ടോ. കാരണം എങ്ങനെയാണ് പ്രൈസിങ് എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാ ബൊട്ടീക്സിലും കയറുന്നു, പ്രൈസിങ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അവിടെ നിന്ന് ലൈക്ക് അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. എല്ലാ ബൊട്ടീക്കും കയറി എങ്ങനത്തെ ഡിസൈൻസ് അതൊക്കെ നോക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പാരീസ് ഡേ ബൊട്ടീക്കിൽ കയറാം. നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാരീസ് ഡേ ബൊട്ടീക്കിൽ നിന്ന് ഇറങ്ങി ഷീമാറ്റിയിലോട്ട് പോകണം. എന്തിന്? വെറുതെ അല്ല, തുണി നോക്കാൻ മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ ടയേർഡായി, പക്ഷേ നമ്മൾ പോയ പറ്റുള്ളൂ. കാരണം ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പോട്ടെ ഗൈസ്, നമ്മൾ വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുക ഏതൊക്കെയോ പിക്ചേഴ്സ്. നമ്മൾ ഷീമാട്ടി എത്തിയിരിക്കുകയാണ്. ഷീമാട്ടി ഫുൾ സെറ്റപ്പിലാണ് ഗൈസ്. നോക്കട്ടെ, മാ കുതിച്ച് നടക്കുക അങ്ങോട്ട്. കുറച്ച് ലെഹങ്ക കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ചിലതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, അറിയില്ല, നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷീമാറ്റി കണ്ടിട്ട് അത്യാവശ്യം നല്ല ലെഹങ്കാസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എടുക്കേണ്ടത്, എന്തെടുക്കണ്ട, എത്ര പ്രൈസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ നമ്മൾ പിന്നെയും ഗൗണൊക്കെ നോക്കി വന്നേക്കാം. നമുക്കതെല്ലാം നോക്കി ഒക്കെ സെറ്റാക്കിയിട്ട് ഫൈനലൈസ്ഡ് ആയിട്ട് നിങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗായ്സ്. മെട്രോയിൽ കയറാൻ പോവാ.
മെട്രോ കയറിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നു. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇതുവഴിയല്ല, അത് ക്ലോസ്ഡ് ആണ്. ഇതുവഴി അല്ല, ഇതുവഴി അല്ല, അവിടെ ഒരു വഴിയുണ്ട്. വഴി തെറ്റിക്കും. നല്ലായിരുന്നു. നമ്മൾ കുറേയൊക്കെ പോയി ഇങ്ങോട്ട് അല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ എത്തിയേക്കുകയാണ് ഗൈസ്. അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ തപ്പാണ് എവിടെ നിന്ന് നല്ലത് മേടിക്കണം, എവിടെ നല്ലത് കിട്ടും എന്നൊക്കെയുള്ള നോക്കിയുള്ള തപ്പി തടകലാണ്. ഒന്നും ഫൈനലൈസ് ആയിട്ട് മേടിച്ചിട്ട് ഒന്നുമില്ല, നമ്മളതിലുള്ള തപ്പലിലാണ്. അപ്പം അങ്ങനെ തപ്പി കുറച്ച് കടകളിലൊക്കെ കയറി കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ തീരുമാനിക്കണം എങ്ങനെയാണെന്നുള്ള ഒരു ഇത് നമ്മുടെ കയ്യിലുണ്ട്, ഒരു പ്ലാൻ. ഇൻ സെൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ള പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ കറക്റ്റ് എങ്ങനെയാണ് എന്നുള്ള പ്ലാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ആ പ്ലാൻ പതുക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാലം ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും. പക്ഷെ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്കെന്തായാലും ഫൈനലി പതുക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളില്ലാണ്ട് പിന്നെ വേറെ ആര് ഗൈസ്, നിങ്ങളെ ഞാൻ കാണിക്കൂലേ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തിരിച്ചെത്തി ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ഞാൻ അമ്മ ഫ്ലാറ്റ് ആവാൻ പോവാണ്. നാളെ പിന്നെ ഒന്നുകൂടെ ഇറങ്ങണം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.